ലോങ് ആൻഡ് ഹെക്റ്റിക് ആയിട്ടുള്ളൊരു വീക്കിന് ശേഷം കിട്ടുന്ന ഒരു ഓഫ് ഡേ. അന്ന് രാവിലെ അലാം ഒന്നും വെക്കാതെ റിലാക്സ്ഡ് ആയിട്ട് എഴുന്നേൽക്കണം. എന്നിട്ട് പെട്ടെന്ന് വന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും തട്ടിക്കൂട്ടണം. എല്ലാവരും പോലെ ഞാനും ഇതൊക്കെ തന്നെയാണ് ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കരുതി വെച്ചിരിക്കുന്ന കുറച്ച് റെസിപ്പീസ് ഉണ്ട്. അതിലൊന്നാണ് ഇത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 എഗ്ഗ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സോൾട്ടും പെപ്പറും ഇച്ചിരി ഇറ്റാലിയൻ സീസണിങ് കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഇറ്റാലിയൻ സീസണിങ് ഇല്ലെങ്കിൽ ഒറിഗാനോ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ്, അതോ അല്ലെങ്കിൽ ഓണിയൻ പൗഡർ, ഗാർലിക് പൗഡർ, ഇതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം. ഇനി അതൊന്നും ഇല്ലെങ്കിലും സാരമില്ല, സോൾട്ട് ആൻഡ് പെപ്പർ മാത്രമേ ഉള്ളൂവെങ്കിൽ അത് മാത്രം മതി. എന്നിട്ടൊരു വൈഡായിട്ടുള്ളൊരു പാൻ എടുത്ത് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ ഈ എഗ് മിക്സ്ചർ ഒന്ന് ഒഴിച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഉടനെ തന്നെ ഈ 2 പീസസ് ബ്രെഡും വെച്ച് ഒന്ന് തിരിച്ചു വെച്ചു. എന്നിട്ട് ഒരു സ്ലൈസ് ബ്രെഡിലേക്ക് 1 സ്പൂൺ ടൊമാറ്റോ സോസും അടുത്ത സ്ലൈസിലേക്ക് 1 സ്പൂൺ ഗ്രീൻ ചില്ലി സോസും ഒന്ന് സ്പ്രെഡ് ചെയ്തു. ഐഡിയലി ഈ റെസിപ്പിക്ക് കാന്താരി പേസ്റ്റാണ് വേണ്ടത്, പക്ഷേ എൻ്റെ തീർന്നു പോയി. അത് കാരണം ഞാൻ ഗ്രീൻ ചില്ലി സോസാണ് യൂസ് ചെയ്തത്. ഇനി വേണ്ടത് ചീസിൻ്റെ സ്ലൈസാണ്. അതും തീർന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നോക്കുമ്പോൾ ചീസിൻ്റെ ക്യൂബ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് വെച്ചിട്ട് ഒരു ഫോർക്ക് വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അപ്പോഴേക്കും എഗ്ഗ് നന്നായിട്ട് കുക്ക്ഡായി വന്നു. അപ്പോൾ 2 സൈഡിൽ കൂടെയും എഗ്ഗ് ഒന്ന് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് ബ്രെഡിൻ്റെ പുറത്തോട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് കെയർഫുള്ളി ബ്രെഡ് മൊത്തത്തിലൊന്ന് തിരിച്ചിട്ട് ഒരു 5 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് അനദർ 5 സെക്കൻഡ്സും കൂടെ പാനിലൊന്ന് കുക്ക് ചെയ്തിട്ട് നേരെ പ്ലേറ്റിലോട്ട് മാറ്റി. അത്രയേ ഉള്ളൂ, സാൻഡ്വിച്ച് റെഡിയായി. നടുക്കുന്നൊരു കട്ടും കൂടെ കൊടുത്തു, സോ ദാറ്റ് കഴിക്കുമ്പോൾ എളുപ്പമായിരിക്കും. അത് കഴിഞ്ഞ ഉടനെ അപ്പോൾ തന്നെ ഞാൻ അടുത്ത സാൻഡ്വിച്ചിൻ്റെ പണി തുടങ്ങി. ഇതേ പ്രോസസ്സ് ഫോളോ ചെയ്ത് സെക്കൻഡ് സാൻഡ്വിച്ചും ഉണ്ടാക്കുകയാണ്. ഈ റെസിപ്പിയുടെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ ലിങ്ക് ആയിട്ട് ഇട്ടേക്കാം. പിന്നെ ഉണ്ടല്ലോ, എല്ലാ ഇൻഗ്രീഡിയൻസും അടുത്ത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. മാത്രമല്ല നല്ല ഫില്ലിങ്ങുമാണ്, അതുപോലെ ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയല്ലേ നമുക്കൊരു ഹോളിഡേ മോർണിംഗിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് അത്യാവശ്യം വേണ്ടത് അല്ലേ? ഇതിനപ്പുറം എന്താ വേണ്ടേ? അപ്പോഴേക്കും സെക്കൻഡ് സാൻഡ്വിച്ചും റെഡിയായി. അതും കൂടി ഞാൻ സെർവ് ചെയ്തു. ഇനിയുള്ളത് എൻ്റെ സാൻഡ്വിച്ചാണ്. എനിക്കും കൂടി ഒരു അനദർ സാൻഡ്വിച്ച് ഉണ്ടാക്കി. എന്നിട്ട് ഞാനും കഴിച്ചു. അതോടുകൂടി എൻ്റെ അന്നത്തെ ഹോളിഡേ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.